മാസക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായി 2 വർഷം പിന്നിട്ടതിൽ പുതുപ്പള്ളിയിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ ഒരുക്കിയതും യമൻ പൗരൻ തലാൽ അബു മഹദി കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതും ആക്സിയം 4 ദൗത്യ സംഘം ഭൂമിയിൽ തിരിച്ചെത്തിയതുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ. മതവും രാഷ്ട്രീയവും ഇടകലർന്ന തെരഞ്ഞെടുപ്പ് ശാലകളിൽ ഉമ്മൻചാണ്ടിയോളം കരവിരുത് കാട്ടിയ നെയ്ത്തുകാരനില്ല. പെരുന്നയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കും ശിവഗിരി വഴി പാണക്കാട് വരെയും പാഞ്ഞൊരു പരിഗണനാ വാഹനം. തർക്ക വിഷയങ്ങളിലെ നല്ല മധ്യസ്ഥനായിരുന്നു അദ്ദേഹം. എല്ലാ മതസ്ഥരുടെയും പ്രിയപ്പെട്ടവൻ. ഒരു വിളിപ്പുറത്ത് ആർക്കും കിട്ടാവുന്ന ഹലോയ്ക്ക് അപരിചിതന്റെ സ്വരമുണ്ടായിരുന്നില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 2 വർഷം കഴിഞ്ഞു എന്നിരുന്നാലും ജനങ്ങളുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം ജീവിക്കുന്നു. KPCCയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വിപുലമായ അനുസ്മരണ പരിപാടികളാണ് ഒരുക്കിയത്. ഇന്നലെ രാവിലെ തുടങ്ങിയ ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽദാനം ചടങ്ങിൽ നടന്നു. കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ശ്രുതി തരംഗം പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും തുടക്കമായി. AICC ജനറൽ സെക്രട്ടറിമാർ, KPCC ഭാരവാഹികൾ, MP-മാർ, MLA-മാർ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിൽ പങ്കെടുത്തു. പൊതുപരിപാടിക്ക് മുമ്പായി രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാന വ്യാപകമായി മണ്ഡലം, ബ്ലോക്ക്, DCC തലങ്ങളിലും പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. തന്റെ 21 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ട മനുഷ്യന്റെ വികാരങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പോലെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. I've now been in politics since 2004. 2004 മുതൽ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And I can say that I don't have a huge experience, but I do have a certain amount of experience in politics in India. എനിക്ക് പറയാൻ സാധിക്കും, എനിക്ക് വളരെ വിശാലമായ ഒരു അനുഭവ സമ്പത്തില്ല, പക്ഷേ കൃത്യമായ ഒരു അനുഭവം ഈ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കുണ്ടെന്ന് എനിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും. So I would like to tell you a little bit about my experience in politics. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് രാഷ്ട്രീയത്തിൽ എൻ്റെ അനുഭവത്തെക്കുറിച്ച് കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. When I first started, I used to see many different type of politicians around me. Some who had very, very smart ideas. Others who spoke really well, could come to a function like this and talk in a way which really convinced people. രാഷ്ട്രീയത്തിൽ ഞാൻ പലതരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട്. ചിലർക്ക് വളരെ മികച്ചതായ ആശയങ്ങളുണ്ട്, മറ്റു ചിലർ വളരെ മികവോടുകൂടി സംസാരിക്കും. ഉദാഹരണത്തിന് ഇതുപോലെയുള്ള യോഗങ്ങളിൽ വന്നിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും നേതാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. Some people would think very deeply about issues. If you ask them about an issue, they could almost give you a PhD. നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും. അവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. And each politician is some balance of speaking ability, thinking ability. എല്ലാ രാഷ്ട്രീയക്കാരും, ഓരോ രാഷ്ട്രീയ നേതാവും എന്ന് പറയുന്നത് സംസാരിക്കാനുള്ള കഴിവിൻ്റെ, ചിന്തിക്കാനുള്ള കഴിവിൻ്റെ ഇടയിലുള്ള ഒരു സമതുലിതാവസ്ഥയിലാണ് ഓരോ രാഷ്ട്രീയക്കാരും നിൽക്കുന്നത്. And when you read the newspapers or you judge a politician, mostly you will say, oh, he is an expert on this field or he speaks really well.
നിങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാരെ കുറിച്ച് പത്രത്തിൽ വായിക്കുമ്പോൾ അല്ലെ അവരെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ പറയും, ഓ ഈ രാഷ്ട്രീയക്കാരൻ വളരെ നന്നായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആ വിഷയത്തിൽ ഒരു വിദഗ്ധനാണ്, അല്ലെങ്കിൽ വളരെ നന്നായി സംസാരിക്കുന്നു, നിങ്ങൾ അവരെ കുറിച്ച് പറയാറുണ്ട്. But after some time in politics, I discovered that people are not really interested in how well a politician speaks or how well he thinks about something. കുറച്ചു കാലം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ശേഷം എനിക്ക് മനസ്സിലായി, ആളുകൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എത്രമാത്രം നന്നായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് എത്രമാത്രം നന്നായി പറയുന്നു എന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ കണ്ടെത്തി. Because before you speak and before you think about something, you have to feel about that thing. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ്, ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് അതെന്താണെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഫീൽ ചെയ്യണം, അനുഭവിക്കണം. And I discovered that what people actually want from a politician is his ability to feel for them. ഞാൻ കണ്ടെത്തിയത്, ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവർക്ക് ആ രാഷ്ട്രീയക്കാരന് അവർ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. And often this is not so obvious. പക്ഷേ ഇത് പലപ്പോഴും പ്രകടമല്ല. Somebody is only thinking and feeling about himself, his future, he can give a good speech. ഉദാഹരണത്തിന് ഒരാള്, ആ വ്യക്തി സ്വയം തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, തൻ്റെ ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, ആ വ്യക്തിക്ക് നല്ലൊരു പ്രസംഗം നൽകാൻ സാധിക്കും. Somebody is thinking deeply about some subject because he wants to impress people, he can impress people. ആളുകളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി ഒരു വ്യക്തിക്ക് ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, ഒരു വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി സംസാരിക്കാൻ സാധിക്കും. But feelings are something that comes from inside. പക്ഷേ വികാരങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. It's an act of humility. വികാരങ്ങൾ എന്ന് പറയുന്നത് വിനയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ്. So when you see a farmer, do you see a farmer or do you see a human being? ഉദാഹരണത്തിന് നിങ്ങളൊരു കർഷകനെ കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു കർഷകനെയാണോ അതോ അവിടെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ കാണുന്നത്? Do you feel the fear that he is feeling because it might not rain? മഴ പെയ്യുന്നില്ല എന്നോർത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ, ആ കർഷകന്റെ ഉള്ളിൽ തോന്നുന്ന ഭയം നിങ്ങൾക്ക് അനുഭവിക്കാൻ, നിങ്ങൾക്കത് തോന്നാൻ സാധിക്കുന്നുണ്ടോ? Do you feel how he feels about his children when he goes to sleep? അദ്ദേഹം ഉറങ്ങാൻ പോകുമ്പോൾ, ആ കർഷകൻ ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ കുട്ടികളെ കുറിച്ച് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്നുണ്ടോ? In Wayanad, there's a lot of man-animal conflict. വയനാട്ടിൽ മനുഷ്യ വന്യജീവി സംഘർഷം ധാരാളമായിട്ടുണ്ട്. And people get killed by tigers, by elephants. കടുവകളും ആനകളും ഒക്കെ, കാട്ടാനകളും ആനകളും ഒരുപാട് മനുഷ്യരെ അവിടെ കൊല്ലുന്നുണ്ട്. You can go there and say, yes, we are going to fight man-animal conflict. അവിടെ പോയി, വയനാട്ടിൽ പോയി നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ ഞങ്ങൾ പൊരുതാൻ പോവുകയാണെന്ന് പറയാൻ സാധിക്കും. And you can give a speech about some smart idea about how you're going to do it. നിങ്ങൾക്ക് അത് മാത്രമല്ല, അവിടെ പോയി ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതിനെ എന്നെക്കുറിച്ച് വളരെ മികച്ച ഒരു പ്രസംഗം അവിടെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. Or you can go to Wayanad and you can feel what the children of the man who died felt. പക്ഷെ അതിന് പകരം അതേസമയം നിങ്ങൾക്ക് വയനാട്ടിൽ പോയി അവിടെ പോയി ആ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കത് അനുഭവിക്കാനും സാധിക്കും. You can feel the fear that the person must have felt when the tiger suddenly came in front of him. ആ കടുവ പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ തോന്നിയ ഭയം നിങ്ങൾക്ക് അവിടെ പോയി അത് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ച് നോക്കാൻ, അതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കും. You can feel that when the tiger was killing him, he was thinking, who's going to look after my children? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, ആ കടുവ ആ മനുഷ്യനെ കൊന്നപ്പോൾ ആ മനുഷ്യൻ ആലോചിക്കുകയായിരുന്നിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ ആരാണ് നോക്കാൻ പോകുന്നത്, അവരെ ആര് സംരക്ഷിക്കുമെന്നായിരിക്കും ആ മനുഷ്യൻ ഉള്ളിൽ പേടിച്ചിട്ടുണ്ടാവുക. So true politics is not about what you say or what you think. It is about your ability to feel what people are feeling. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കുന്നതുമല്ല, അതിലുപരിയായി മനുഷ്യരുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് സ്വയം അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവിലൂടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. And if you want to feel what other people are feeling,
you have to curtail your greed, your anger, your own fear. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, അവർ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അത്യാഗ്രഹം, നിങ്ങളുടെ ദേഷ്യം, ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. If you want to feel what a farmer is feeling, you have to kill your ambition. You have to kill what you think he can give you. ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അത്യുന്നതിക്കുള്ള ഉത്കർഷേച്ഛയെ നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ സാധിക്കണം. So now with little bit of experience, whenever a politician comes to me, young Congress politicians come to me, I listen to what they say, I listen to how well they say it, but I'm looking actually about whether they feel for other human beings. ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല. 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങി ശുഭാംശു ശുക്ല ഭൂമിയിൽ തിരിച്ചെത്തിയത് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങളിൽ ഇടം നേടി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം തെക്കൻ കാലിഫോർണിയൻ തീരത്ത് പസഫിക് കടലിൽ വന്ന് പതിച്ചത്. തുടർന്ന് ഡ്രാഗൺ ഗ്രേസ് പേടകം റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. മിഷൻ കമാൻഡറായ പെഗ്ഗി വിറ്റ്സിന് പിന്നാലെ രണ്ടാമനായി മിഷൻ പൈലറ്റായ ശുഭാംശുവും പുറത്തിറങ്ങി. 1984 രാകേഷ് ശർമ്മയുടെ സോവിയറ്റ് യൂണിയൻ ദൗത്യത്തിന് ശേഷം ബഹിരാകാശ സഞ്ചാരിയാകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. 18 ദിവസത്തോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും. ശുഭാംശു ശുക്ലയുടെ പങ്കാളിത്തം ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമായും രാജ്യത്തിന്റെ വരാനിരിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിലേക്കുള്ള ഒരു നാഴികക്കല്ലായും കണക്കാക്കപ്പെടുന്നു. ജൂലൈ 15-നാണ് നിലയത്തിൽ തങ്ങുന്ന 7 ശാസ്ത്രജ്ഞരോടും യാത്ര പറഞ്ഞ് ശുഭാംശു ഉൾപ്പെട്ട 4-അംഗ സംഘം ഡ്രാഗൺ പേടകത്തിൽ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. ഉച്ചയ്ക്ക് 2:37 പേടകത്തെ നിലയവുമായി ബന്ധിപ്പിച്ച വാതിലടഞ്ഞു. 4:45 ഭൂമിയിലേക്കുള്ള 22.5 മണിക്കൂർ നീണ്ട യാത്ര തുടങ്ങി. നിലയത്തിലേക്ക് ചരക്കുകളും മറ്റും കൊണ്ടുപോയ പേടകത്തിന്റെ ട്രങ്ക് ഭാഗം അന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശിക്കുന്നതിന് മുൻപായി ക്രൂ മൊഡ്യൂളിൽ നിന്ന് വേർപെടുന്ന തരത്തിലായിരുന്നു ക്രമീകരണങ്ങൾ. 5.7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചും 2 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചും 2 ഘട്ടങ്ങളായി പാരച്യൂട്ട് വിടർന്നു. തുടർന്നാണ് ശാന്തസമുദ്രത്തിൽ സുരക്ഷിതമായി പതിച്ചത്. ആക്സിയം 4 ദൗത്യം ജൂൺ 26-നാണ് നിലയത്തിലെത്തിയത്. വിത്തുമുളപ്പിക്കൽ അസ്ഥികളുടെയും പേശികളുടെയും ബഹിരാകാശത്തെ പ്രവർത്തനം, മൈക്രോ ആൽഗൾ, ഗുരുത്വാകർഷണമില്ലായ്മയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തുടങ്ങി ISROയ്ക്ക് വേണ്ടി 7 പരീക്ഷണങ്ങൾ ശുഭാംശു നിലയത്തിൽ പൂർത്തിയാക്കി. വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് UP സ്വദേശിയായ ശുഭാംശു. മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ, സ്ലാവോസ് ഉസ്നെറ്റ്സ്കി, ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം 4 ദൗത്യത്തിലെ മറ്റ് അംഗങ്ങൾ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് ഈ ആഴ്ചയിൽ ഏവരെയും ആശ്വാസപ്പെടുത്തിയ വാർത്തയായിരുന്നു. കാന്തപുരം മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിലെ പലരും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരും അനുഭാവപൂർണമായ ഇടപെടലാണ് നടത്തുന്നത്. അപ്പോഴും തലാലിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് നിമിഷപ്രിയയുടെ വിധി. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ അവർ തയ്യാറായാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകൂ. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓർഡർ അവിടുന്ന് കിട്ടുവാൻ, അല്ലെങ്കിൽ താൽക്കാലമെങ്കിലും ഇത് നീട്ടിവെക്കുന്ന ഒരു ഓർഡർ കിട്ടുവാൻ സാധിച്ചതിൽ അതിയായ ചാരിതാർത്ഥ്യം. പക്ഷെ ഇതിനെ അടുത്ത തലത്തിൽ കൊണ്ടുപോയി ആ കുടുംബവുമായി ചർച്ച, ഈ സാജൻ ഈ കുടുംബമായിട്ട് പല ദിവസങ്ങളായി ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ വിട്ടു പറയുന്നില്ല, കാരണം നമുക്ക് ഈ കാര്യത്തിൽ കെയർഫുൾ ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ആവശ്യം. ആ കെയർഫുൾ മൂവ്മെന്റ്സിന് ചിലപ്പോൾ ഒത്തിരി എക്സ്പോഷറും നല്ലതായിരിക്കില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ആ കുടുംബവുമായിട്ടുള്ള ചർച്ച അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ആ ചർച്ച നടത്തി ഫൈനലായിട്ടുള്ള ഒരു റിലീസിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിന് വളരെ കെയർഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ആവശ്യം. ഇതിനകത്ത് സഹകരിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഗവർണറിന് നന്ദി പറയാണ്. അദ്ദേഹം ഒരു മനുഷ്യനായി, മനുഷ്യ സ്നേഹിയായിട്ടാണ് ഇതിനകത്ത് ഇടപെട്ടത്. അദ്ദേഹത്തിനോടുള്ള താല്പര്യം പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ, അദ്ദേഹം ശക്തമായ ഒരു എഫേർട്ട് ഇതിനകത്ത് എടുത്തു. അതുപോലെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ശ്രീ സാജൻ ലത്തീഫ്, അദ്ദേഹത്തിന്റെ ഇടപെടലും വളരെ നിർണായകമായിരുന്നു എന്നീ അവസരത്തിൽ പറയാൻ സാധിക്കും.
മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്നും ദയാധനം സ്വീകരിക്കില്ലെന്നും കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഹത്താഫ് മഹദി വ്യക്തമാക്കിയതോടെ മധ്യസ്ഥ ചർച്ചകൾ പ്രതിസന്ധിയിലാണ്. ശിക്ഷ നടപ്പാക്കാൻ തീയതി തീരുമാനിച്ച ശേഷം മാറ്റിവെച്ചത് ഏറെ ദൗർഭാഗ്യകരമാണെന്നും ശിക്ഷ നടപ്പാക്കിയാൽ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്നുമാണ് സഹോദരന്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നത്. എന്നാൽ ജൂലൈ 16 നിശ്ചയിച്ചിരുന്ന വധശിക്ഷ യമൻ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു. വധശിക്ഷ എത്ര നാളത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കുടുംബങ്ങൾ തമ്മിലുള്ള ചർച്ച ഉടൻ ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. പ്രാദേശിക ജയിലിൽ അധികൃതരുമായും പ്രോസിക്യൂഷൻ ഓഫീസുമായും സൗദിയിലെ ഇന്ത്യൻ എംബസി ചർച്ച നടത്തുകയും കുടുംബങ്ങൾ തമ്മിൽ ധാരണയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് അറിവില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ബിസിനസ് പങ്കാളിയായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ബുധനാഴ്ച നിശ്ചയിച്ചിരുന്ന വധശിക്ഷ വിവിധ തലങ്ങളിൽ നടത്തിയ ഇടപെടലുകളെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. ആഭ്യന്തര യുദ്ധം നടക്കുന്ന യമനിൽ നിലവിൽ ഇന്ത്യക്ക് എംബസിയില്ല. ഇത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിന് തടസ്സമായിരുന്നു. നിമിഷപ്രിയയെ പാർപ്പിച്ചിട്ടുള്ള ജയിലുൾപ്പെടെ സനാ നഗരം യമനിലെ വിമത വിഭാഗമായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ഇവരുമായി ഇന്ത്യക്ക് കാര്യമായ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പ്രാദേശിക മധ്യസ്ഥരുടെയും ഇറാൻ സർക്കാരിന്റെയും മറ്റും സഹായത്തോടെയാണ് ഇടപെടലുകൾ നടത്തിയത്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായുള്ള ചർച്ചയ്ക്ക് മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെയാണ് നിമിഷപ്രിയയുടെ കുടുംബം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം മനുഷ്യൻ എന്ന നിലയിലാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. മനുഷ്യനു വേണ്ടി ഇടപെടണമെന്നാണ് യമനിലെ മതപണ്ഡിതരോട് ആവശ്യപ്പെട്ടത്. ഇവർ ഇടപെട്ടതിനെ തുടർന്നാണ് ബുധനാഴ്ച നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ നീട്ടിവെക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മതത്തിൽ തന്നെ മറ്റൊരു നിയമം ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കൊലക്കുറ്റം ചെയ്ത ആളെ കൊല്ലാനിരിക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ഇസ്ലാമതത്തിൽ ഗ്രന്ഥങ്ങളിൽ ദിയത്ത്, കവത് എന്നെല്ലാം പേര് പറയും. പ്രായശ്ചിത്വം കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട്. ആ കുടുംബങ്ങളാരാണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ. അവിടെ ജാതിയോ മതമോ വേർതിരിച്ചല്ല, മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത്. അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവർ അംഗീകരിക്കുന്നതും ആണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലുള്ള ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ്, കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചു. തൽവിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. കോടതിയുടെ ലെറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നാൽ അതൊരു മനുഷ്യത്വത്തോടുള്ള സ്നേഹമായി നമുക്ക് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലോ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അതൊന്നും നമ്മുടെ അധീനത്തിൽപ്പെട്ടത് അല്ല. മറിച്ച് വിദേശത്ത് വെച്ച് ഇത് കൊല്ലപ്പെട്ടു പോയാൽ അവരുടെ കുടുംബങ്ങൾക്കോ ഇവിടെയുള്ളവർക്കോ അറിയാനും ബന്ധപ്പെടാനും സാധിക്കാത്ത ഒരവസ്ഥയായതുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്ന് കാശ് വാങ്ങി ഒഴിവാക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. ഈ കാശ് കൊടുക്കാനും വാങ്ങാനും മറ്റും ആരാണ് ഉണ്ടാവുക എന്ന് അന്വേഷിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ MLA അത് തയ്യാറാണ്. അദ്ദേഹത്തിൻ്റെ മുഖേന പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം അറിയാൻ സാധിക്കുകയും ചെയ്തു. ഇനി ബാക്കി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മളും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ. ഏതായാലും നാളെത്തത് നീട്ടിവെച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.